ബാബു ശുഫാ, ഇരട്ട പിടിക്കുക എന്നൊക്കെ പറയുന്നു. ഇരട്ട പിടിക്കുന്നതിൽ പറയുന്ന ബാബ്. ഇരട്ട പിടിക്കുക എന്ന് പറഞ്ഞാൽ 2 ഏക്കർ വസ്തു രണ്ടുപേരും കൂടി എന്ത് ചെയ്യുക, കൃഷി ഇറക്കുക. അല്ലെങ്കിൽ 2 നിലയുള്ള കെട്ടിടം 5-6 പേര് താമസിക്കുക, എല്ലാവർക്കും കൂടെ അനന്തരം കിട്ടിയതാവുക. പക്ഷെ ആയ സാധനമാകുമ്പം ശുഫത്ത് പിടിക്കുന്ന സാധനം ഓഹരിക്കാൻ പറ്റുന്നതാകണം. ഓഹരിക്കുമ്പം ഒരാൾക്ക് ഉപകാരപ്പെടുന്നതും മറ്റാൾക്ക് ഉപകാരപ്പെടാത്തതും ആകാതിരിക്കണം. ഒരു ബാത്റൂം 2 പേരുടെ ഇടയിൽ, അതിന് ശുഫത്തെന്ന് പറയില്ല. കാരണം അത് ഓഹരിച്ചാൽ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അത് പപ്പാതി വെച്ചിട്ട്. അപ്പം അതാണ് അതിൻ്റെ അർത്ഥം. 2 പേരുടെ ഇടയിൽ ഉണ്ടാകുന്ന സാധനം, അത് ബാബു ശുഫാ. ഇരട്ട പിടിക്കാൻ ഉസ്താദന്മാർ അർത്ഥം വെച്ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുഫഅത്ത് കൊണ്ട് വിധിക്കാറുണ്ടെന്ന്. ഓഹരിക്കപ്പെടാത്ത കാലത്തോളം. ഞങ്ങൾ 5-6 മക്കളുണ്ട്, വാപ്പാടെ മുതലുണ്ട്. ആ മുതലെല്ലാവർക്കും എന്തുണ്ട്, അവകാശമുണ്ട്. എല്ലാവർക്കും എടുക്കാം, എല്ലാവർക്കും എന്ത് ചെയ്യാം, ഉപകാരപ്പെടാം, ഉപകാരം എടുക്കാം. അതിൽ നിന്ന് വിൽക്കലുകൊണ്ടല്ല, വിറ്റാൽ പിന്നെ പോയി, അല്ലെങ്കിൽ ഓഹരിച്ചാൽ പിന്നെ പോയി. ഓഹരിക്കാതെ കിടക്കുന്ന കാലത്തോളം കുറഞ്ഞത് 2 പേർ, അത്രയേ ഉള്ളൂ. ശുഫഅത്ത് 2 പേരുടെ ഇടയിലാണ് കുറഞ്ഞത് തസവ്വുറാകുന്നത്. അതിൽ കൂടുതൽ ആൾക്കാരുടെ ഇടയിലും തസവ്വുറാകാൻ പറ്റും, അതിനൊരുപൊന്നുമില്ല. ശുഫഅത്ത് എന്ന് പറഞ്ഞു ഇന്നമാ തജിബു, ആ ശുഫഅത്ത് സ്ഥിരമാകും. ഫി ജുസ്ഇൻ മുശാഇൻ മിൻ അർദിൻ, ഭൂമിയിൽ നിന്നും ഓഹരിക്കപ്പെടുന്നതിൻ്റെ ഒരു ജുസ്ഇൻ. ബിൽഫിൽ ഓഹരിക്കാൻ പാടില്ല. അവിടെ ഓഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരവരെടുക്കണമെന്നായി. ഓഹരിക്കാൻ പറ്റുന്ന ഭൂമിയിൽ നിന്നെ അർത്ഥം അതാ. ഭൂമി എങ്ങനത്തെ ഭൂമിയാണ്? തഹ്തമിലുൽ ഖിസ്മത്ത, ഓഹരിക്കാൻ പറ്റുന്നതാവും. എപ്പോഴിതാ മുലിക്കത്ത് ബി മുആവദത്തിൻ, 2 പേരും കൂടെ 2 ലക്ഷം രൂപ ഇറക്കി 1 ഏക്കർ വസ്തു മേടിച്ചു. അപ്പോൾ 2 പേർക്കും ഉപകരിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ യഹുദഹ, അതിനെ എടുക്കാം. ശരീക്കു, അവൻ്റെ കൂട്ടുകാരനും എടുക്കാം, അല്ലെങ്കിൽ കൂട്ടുകാർ പലരും ഉണ്ടെങ്കിൽ അവർക്കും എടുക്കാം. ബി അലാ ഖദരി ഹിസസിഹിം, അവരുടേതായ അതിൻ്റെ കണക്കനുസരിച്ച് കൊണ്ട്, ഹിസസിൻ്റെ അവർക്കുള്ള ഓഹരിയുടെ കണക്കനുസരിച്ച് കൊണ്ട്. ബിൽ ഇവദില്ലദീ, ഒരു ഇവദിന് പകരമായിട്ട് എടുക്കാം. ഇസ്തഖറ അലൈഹിൽ അഖദ്, ആ ഒരു ഇവദിൻ്റെ മേലെ അഖദ് ഇസ്തിഖറാറാകും. അങ്ങനെ വാങ്ങുമ്പോൾ വൽ ഖൗലു, ഖൗലുൽ മുസ്തരി ഫി ഖദ്രിഹി, ഞാൻ ഇത്രയാണ് വാങ്ങിയതെന്ന് പറയാമോ, എൻ്റെ ഭാഗം ഇവിടെ മുതൽ ഇവിടം വരെയാണെന്ന് പറയാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇഷ്തറത്തുൽ ലഫ്ദ്, ലഫ്ദ് പറ്റും, ലഫ്ദ് വേണം ഇതിന്. 2 പേരാമൻ തമല്ലഖ്തു വഅഖദ്തു ബിശ്ശുഫഅത്തി, അല്ലെങ്കിൽ തമല്ലഖ്ന എന്ന് പറഞ്ഞാൽ മതി, അഖദ്ന എന്ന് പറഞ്ഞാൽ മതി. അപ്പം പിന്നെ പൈസ വിൽക്കുകയാണെങ്കിൽ വേജുമ് നിർബന്ധമാകും. മഴതാലിക്ക്, ഇതിനോടുകൂടെ ഇമാ തസ്ലീമുൽ ഇവദി, ഈ ഇവദിനെ കൊടുക്കണം. ഇലൽ മുസ്തരി, വാങ്ങുന്നവരിലേക്ക് കൊടുക്കണം. ഒരു ഇല്ലാഹു, അല്ലെങ്കിൽ അവൻ്റെ തൃപ്തി മതിയാകും ശുഫഅത്ത് പിടിക്കുന്നതിലേ. വേജുബ് മഴതാലിക്ക്, ലഫ്ദോടുകൂടെ ഇവദും കൊടുക്കണം, പല പൈസ കൊടുക്കണം. ഇലൽ മുസ്തരി, വാങ്ങുന്നവനിലേക്ക്. അവരില്ലാഹുലെ മുസ്തരിയുടെ തൃപ്തി മതി. ബി കൗനി ഫി ദിമ്മത്തി ഷഫി, മറ്റേ കൂട്ടുകാരുടെ ദിമ്മത്തിലാകുന്നതിന് അങ്ങനെ മതി. ഞാനാണ് വാങ്ങിയതെങ്കിലും, ഞാൻ വാങ്ങിയാണല്ലേ, ഞാനാ 2 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ ഒരു 10 സെൻറ്റ് വസ്തു. അപ്പോൾ അനിയൻ പറഞ്ഞ അക്ക എന്നെ കൂടെ കൂട്ടിക്കാന്ന്. ആയിക്കോട്ടെ, 1 ലക്ഷം രൂപ, അപ്പോൾ നമുക്ക് 2 രൂപ കൂടാം. അതാ പറയുന്നത് മുസ്തരി, അവിടുത്തെ മുസ്തരി അതാണ്. അല്ലെങ്കിൽ ഇക്ക എന്നെ കൂടെ കൂട്ടിക്കാം. ആയിക്കോട്ടെ, കൂട്ടാം, പൈസ 2 മാസം കഴിഞ്ഞ് തരക്കാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ദിമ്മത്തിലായി. ഖലായിൽ ഖാദിയിലോ, അല്ലെങ്കിൽ ഖാദിയാർ വിധിച്ചു. കേസൊക്കെ വന്നപ്പോൾ അത് 2 പേരുടെ ഇടയിലാണ്. ഹുക്കൂമത്തിൻ്റെ ഭാഗത്ത് നിന്നും ജഡ്ജി വിധിച്ചു ബിശ്ശുഫഅത്ത്, വിധിച്ചത് മുതൽ മറ്റേ ആളും മിൽക്കാവും. ഫൈനേദിൻ യംലിക്കും. ഫഇൻകാന മാ ബദലഹുൽ മുസ്തരി, വാങ്ങിയ ആൾ ചിലവഴിച്ചത് മിഥിലിയനായാൽ ദഫഅ മിഥിലഹു, അതുപോലെ തന്നെ കൊടുക്കണം. അയാൾ വാങ്ങിയത് ഇന്നത് കൊടുത്തിട്ടാണ്, എന്നാൽ പിന്നെ ബാക്കി ഞാനും അതിനകത്ത് കൂറാകുമ്പോൾ ഞാൻ അതേപോലത്തെ കൊടുക്കണം അയാളിലേക്ക്. ഇല്ല, അതല്ലെങ്കിൽ ഖീമത്തിൻ്റെ വില കൊടുത്താലും മതി. ഞാനിപ്പോൾ 1 ഏക്കർ വസ്തുവിനെ മിൽക്കാക്കിയത് എന്ത് ചെയ്തിട്ടാണ്? എൻ്റെ പശുക്കളെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും.
അവൻ നിനക്കും പശുക്കളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൽ ഓഹരി എനിക്ക് കൂടാം, ഇനി വില കൊടുത്താലും മതിയാവുമായിരിക്കും. ഇല്ല ഫീമത്തു ആലൽ ബൈയിൻ്റെ സമയത്തുള്ള ആ വില. ഇത്തരം മേടിച്ചപ്പോൾ 2 ലക്ഷം രൂപ ആയിരിക്കും, ഇപ്പോൾ അതിന് 1.5 ലക്ഷം ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അമ്മൽ മിൽക്കുൽ മഖ്സൂമ്, കിസ്മത്ത് സംഭവിക്കപ്പെട്ടു, ബിൽഫിയിൽ കിസ്മത്ത് സംഭവിച്ചു പോയതായാലോ, മഖ്സൂമായ മിൽക്ക് എനിക്കും അയാൾക്ക് ഓരിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ബിനാ വസ്തു അല്ലെങ്കിൽ കെട്ടിടം, അവിൽ ഖിറാസുലെ കൃഷിയിടം, ഇതാ ബിയ രണ്ടുപേരും അതിനെ വിൽക്കപ്പെട്ടു, ഇതാ ബിയ അതിനെ വിൽക്കപ്പെട്ടു, മുഫ്രദൈനി ആയിക്കൊണ്ട്, ഔ മാ തബ്തുലു ബിൽ ഖിസ്മത്തി മൻഫഅത്തുഹുൽ മഖ്സൂദത്തു, വിൽക്കപ്പെട്ടു പോയാൽ അമ്മൽ മിൽക്കുൽ മഖ്സൂമു, മഖ്സൂമായ ബിൽ ഖിസ്മത്ത്, ബിൽ ഫീല് ഖിസ്മത്ത് സംഭവിച്ച ആ സാധനം, അല്ലെങ്കിൽ ഒരു കെട്ടിടം, അല്ലെങ്കിൽ കുറച്ച് എന്ത് ചെയ്തു, കൃഷിയിടം, മനസ്സിലായ, ഇതാ ബിയ. അപ്പം കൃഷിയിടം അല്ലെങ്കിൽ ഇത് ബിനാ അല്ലെങ്കിൽ മഖ്സൂമായ ഒരു മിൽക്ക്. അധികാരം ഓഹരിക്കപ്പെട്ട ഒരു മഖ്സൂം, കെട്ടിടമാകാം, കൃഷിയിടമാകാം, അല്ലെങ്കിൽ ഒരു ഭൂമി, ആ ഭൂമിയിൽ എന്തുണ്ട്, ആ ഭൂമിയിൽ നിൽക്കുന്ന ഒരു സാധനം, എന്നതിന് കെട്ടിടം അല്ലാത്ത വേറെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. കെട്ടിടമാകുമ്പോൾ താമസിക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഷെഡായിക്കോട്ടെ, അങ്ങനെയൊന്നും. ഇതാ ബിയ ഷെഡ് മാത്രം വിറ്റു, കൃഷി മാത്രം വിറ്റു, മനസ്സിലായോ? അത് മാത്രം പറ്റൂ, ഭൂമി അവിടെ നിർത്തി. ഒന്ന്, അല്ലെങ്കിൽ ഔമാ തബ്തുലു ബിൽ ഖിസ്മത്തി മൻഫഅത്ത്, ഖിസ്മത്ത് കൊണ്ട് അതിൻ്റെ മൻഫഅത്ത് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ഒരു ചെമ്പായിരുന്നു, ഒരു വലിയൊരു ചെമ്പും ചട്ടിയാണ്, 2 പേർക്ക് മിൽക്കാതെ, ജയ്ദിനും അംബറിനും മിൽക്കാതാ, ജയ്ദിൻ്റെ പകുതി എടുത്ത് ജയ്ദങ്ങ് വിറ്റ് കണ്ടിച്ചിട്ട്, അങ്ങനത്തെ പിന്നെ അവിടെ ഇനി ശുഫഅത്ത് ഇല്ലല്ലോ. എങ്ങനത്തെ മൻഫഅത്ത്, മഖ്സൂദത്തായ മൻഫഅത്ത്. അതുപോലെ കൽബീർ കിണർ, ഒരു കിണറുണ്ട് 2 പേർക്ക് മിൽക്കായത്, അതിനെ എന്ത് ചെയ്തു, പപ്പാതിയാക്കി. വത്തരീഖിൽ ദീഖി, ഇടുക്കമായ വഴി, അങ്ങനെയായി. ഔമാ മുലിക ബി ഗൈരി മുആവദത്തിൻ, അല്ലെങ്കിൽ മുആവദത്ത് കൂടാതെ മിൽക്കാക്കപ്പെട്ടതാണ്, ഒരാൾക്ക് ദാനം തന്നപ്പോൾ അയാളങ്ങ് വിറ്റു അതിൻ്റെ മറ്റേ പകുതി അവിടെ കിടക്കുക. ഔ മാ യുഅലമു ഖദ്റു സമനിഹി, അല്ലെങ്കിൽ അതിൻ്റെ വില അതിൻ്റെ അറിയപ്പെട്ടു, അങ്ങനെയൊക്കെ വരുന്നിടത്തുനിന്ന് പല ശുഫത്ത്, അവിടെ നീ ശുഫത്തില്ല, കഴിഞ്ഞു പോയി അതിൻ്റെ പണി.